നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം. തീരുമാനം കാത്ത് നേതാക്കൾ, തെരുവിലിറങ്ങി പ്രവർത്തകർ. Late celebration, a bit of a surprise. And there is a review designed with, so let's have a look at this one. TV Empire Director, review for leg before, start from the front foot please. Yes, that's a process. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇനി ഡൽഹിയിൽ. AICC നിരീക്ഷകർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും VD സതീശനും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഞായറാഴ്ചയോടെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ റിപ്പോർട്ട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സമർപ്പിച്ചു. We had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names, many people had many things to say. We have noted it down and we have submitted it to the High Command. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം തുടങ്ങിയ 3 കാര്യങ്ങളാണ് നിരീക്ഷകർ പരിശോധിച്ചത്. സംസ്ഥാനത്ത് നടന്ന ശക്തി പ്രകടനങ്ങളെ ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളിയായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് എന്നിവരെ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒബ്സർവേഴ്സ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമുള്ള ചർച്ചകൾക്കായിരിക്കും അവർ വിളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട് പറഞ്ഞു. 2-3 പേരുകൾ MLA-മാർ പറഞ്ഞിട്ടുണ്ട്. അവരാവശ്യം ഉന്നയിക്കുന്നവരുണ്ട്. മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിലൊരു പേരിലേക്ക് എത്താൻ സമന്വയത്തിൻ്റെ മാർഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. AICC അതിന് പരിശ്രമിക്കും. രാഹുൽജിയും ഖാർഗെജിയും അതിൽ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. അതിനിടെ ശശി തരൂർ MP ഡൽഹിയിലെത്തി കോൺഗ്രസ് അധ്യക്ഷനോട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ഡൽഹി. VD സതീശന് അർദ്ധരാത്രിയിൽ സ്വീകരണം നൽകാൻ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികൾ. കേരള ഹൌസ് പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 12:30 VD സതീശൻ കേരള ഹൌസിലെത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അരവിന്ദ്, അപ്പോൾ VD സതീശനുള്ള പിന്തുണ അത് കേരളത്തിൽ മാത്രമല്ല അവിടെയും അറിയിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ സർവകലാശാല വിദ്യാർത്ഥികൾ അവിടെ തീരുമാനിച്ച് ഉറപ്പിച്ച് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരുപക്ഷെ ഹൈക്കമാൻഡിലൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയുമാണല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം VD സതീശൻ ഇതാദ്യമായാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം, നാട്ടിലടക്കം വലിയ രീതിയിൽ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി VD സതീശന് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഡൽഹിയിൽ 12:30 കൂടി തന്നെ VD സതീശൻ ഡൽഹി കേരള ഹൗസിലേക്ക് എത്തും എന്ന് മനസ്സിലാകുന്നു. VD സതീശനെ കാത്തുകൊണ്ട് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികളുടെ വലിയൊരു കൂട്ടമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുന്നത് തുടർ കഥയാവുകയാണ്. എന്തായാലും പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ്. കാരണം രാത്രി വൈകിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ VD സതീശനെ കണ്ടതിനു ശേഷമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് അടക്കം നമുക്കറിയാം, നാട്ടിൽ നടക്കുന്ന ശക്തി പ്രകടനങ്ങളിൽ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ അതിർത്തിയിൽ തൊടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. KPCC-യിൽ വലിയ രീതിയിലുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഡൽഹിയിലടക്കം വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായി മാറുകയാണ്. നിങ്ങൾ VD സതീശനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ? VD സതീശന്റെ പേര് പിന്നിലാണ്, KC-യുടെ പേരാണ്. എന്താണ് നിങ്ങളുടെ VD സതീശൻ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കോൺഗ്രസ് ഇനിയും പാഠം പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കർണാടക സംഭവിച്ചാണെങ്കിലും രാജസ്ഥാൻ സംഭവിച്ചാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും പാഠം പഠിക്കേണ്ടതുണ്ട് കോൺഗ്രസ്. തീർച്ചയായിട്ടും VD നയിക്കട്ടെ. രാത്രിയാകും, വൈകും, ഇനിയും 12:30 കഴിയും. പക്ഷേ കാത്തുനിന്ന് മടങ്ങൂ എന്നതാണ്. തീർച്ചയായിട്ടും വന്നിട്ടേ മടങ്ങുള്ളൂ. കാത്തുന്നില്ല, പിന്നെയാണ് ഒരു മണിക്കൂർ.
10 വർഷം കാത്തു നിന്നു. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി എത്ര നേരം കാത്തു നിന്നാലും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ടതിന് ശേഷം മടങ്ങൂ എന്നതാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും വ്യക്തമാക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ കാത്ത് വി ഡി സതീശനെ കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികളാണ്. നിങ്ങൾ വി ഡി സതീശനെ കാത്തു നിൽക്കുകയാണ്. അതെ, ഇതാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ നാളത്തോടെ ഔദ്യോഗിക പ്രഖ്യാപനമാകുമെന്ന് പറയുന്നു. KCക്ക് കൂടുതൽ പിന്തുണ MLA-മാരുടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ നേതൃത്വം തീരുമാനിക്കുന്ന ആരായാലും അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു ടീം UDF ആയിട്ട് പ്രവർത്തിച്ചാണ് നമ്മൾ ഈ 102 സീറ്റ് നേടിയത്. ആരായാലും നമ്മൾ അംഗീകരിക്കും. എല്ലാവരും ഒരുപോലെ. ആർക്കാണ് കൂടുതൽ അർഹത? വി ഡി സതീശനാണ്. അർഹത എന്നുള്ളതല്ലോ, ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു ഭരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ആർക്കും ഒരാളെ ഇകഴ്ത്തിക്കൊണ്ട് ഒരാളെ പുകഴ്ത്താൻ പറ്റത്തില്ല. ആരായാലും സന്തോഷം. ചിലരൊക്കെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നുണ്ട്. വി ഡി സതീശൻ അല്ല ആരായാലും അംഗീകരിക്കുമെന്നതാണ്. ആർക്കാണ് കൂടുതൽ അർഹത? ആ കാര്യത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പേരിലോട്ട് ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മ വിജയമാണ്. ഇപ്പോൾ ഇവിടെ വി ഡി സതീശൻ സാറിന് ഹി ലെഡ് ദ ഫ്രണ്ട് ഫ്രം ദ അസംബ്ലി ഏരിയ. അതിന് പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു. KPC പ്രസിഡന്റ് ഉണ്ട്, KC വേണുഗോപാലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അർഹതയുണ്ട്. പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ. നമ്മളൊരു വ്യക്തിയിലോട്ട് ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി പറയുന്ന CM കാൻഡിഡേറ്റ് ആരാണ് അവരെ നമ്മൾ ഇരു കൈ നീട്ടി UDF പ്രവർത്തനത്തോട് സ്വീകരിക്കും. എന്തായാലും വി ഡി സതീശനെ കാത്ത് വിദ്യാർത്ഥികളെത്തി 12:30 വലിയ സ്വീകരണം നൽകുമെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? കാരണം ചർച്ചകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. വി ഡി സതീശനൊക്കെ പിന്നിലോട്ടാണെന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് എത്തിയത്. നമ്മുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം എന്തായാലും അതിനോട് യോജിക്കും. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ആവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരായാലും കോൺഗ്രസ്സിൽ ഏതൊരു നേതാവ്, എല്ലാവരും ഇപ്പോൾ നമുക്ക് ഉള്ള ഏത് നേതാക്കന്മാരായാലും പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ അർഹതയുള്ളവരാണ്. പക്ഷെ എങ്കിൽ പോലും വി ഡി സതീശൻ ആവുക എന്നുള്ളതിനാണ്. ജെൻസി വിദ്യാർത്ഥികളാണ്. അവരുടെ ഒരു വാക്ക്, രാഹുൽ ഗാന്ധി, നിങ്ങൾ ജെൻസിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സ്വീകരണം എല്ലാം രാഹുൽ ഗാന്ധി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അരവിന്ദ്, അതായത് സതീശനുള്ള പിന്തുണ അറിയിക്കാനാണ് വിദ്യാർത്ഥികൾ ഈ രാത്രിയിലും എത്തിയതെങ്കിലും അവർ പറയുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് തന്നെ ഒരു വ്യക്തത കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ പരസ്യമായി പറയാനുള്ള പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. പറയുന്നു എല്ലാവർക്കും അർഹതയുണ്ട്, ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെങ്കിലും സതീശന് ഒരു പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ അവിടെ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 12:30 നേതാക്കളെല്ലാം തന്നെ കേരള ഹൗസിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെ MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ AICC നിരീക്ഷകരുടെ പട്ടിക പുറത്ത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലാണ് ഇന്ന് ഫോട്ടോ സഹിതം വാർത്ത വന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, T സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയവർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. ചിത്രത്തിലേത് യഥാർത്ഥ വിവരങ്ങൾ അല്ലെന്ന് AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക് 24-നോട് പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിലെ നിർണായക യോഗമാണ് ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്നത്. നിയുക്ത MLA-മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ പിന്തുണയ്ക്കുന്നവരുടെ പേര് AICC നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചു. അങ്ങേയറ്റം രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഈ വിവരമാണ് വാർത്താചിത്രമായി പുറത്തുവന്നത്. പുറത്തുവന്ന പട്ടിക പ്രകാരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, T സിദ്ദിഖ്, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ തുടങ്ങിയവർ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. രമേശ് ചെന്നിത്തല പക്ഷക്കാരനായ IC ബാലകൃഷ്ണൻ ചെന്നിത്തലയ്ക്കൊപ്പം KC വേണുഗോപാലിനും പിന്തുണ നൽകി. ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പുറത്തുവന്ന ചിത്രം ചർച്ചയായതോടെ അത് തെറ്റായ പട്ടികയാണെന്നും യഥാർത്ഥ വിവരങ്ങളല്ലെന്നും AICC നിരീക്ഷകർ മുകുൾ വാസ്നിക് 24-നോട് പറഞ്ഞു. This is not real, it is incorrect, and this doesn't reflect the deliberations. It is not correct at all. മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ പരാതിയുമായി നിയുക്ത ഉദുമ MLA K നീലകണ്ഠൻ രംഗത്തെത്തി. K നീലകണ്ഠൻ വി ഡി സതീശൻ പക്ഷക്കാരനാണെന്ന് അവർ അവകാശപ്പെടുന്നു. വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ വിവരം AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ചയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ട് KC വേണുഗോപാലിന് അനുകൂലമാണെങ്കിൽ വി ഡി സതീശൻ പക്ഷത്തിന് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകും. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ വീണ്ടും അനിശ്ചിതത്വം. 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമാണ് നൽകിയതെന്ന് ലോക്ഭവൻ വ്യക്തമാക്കി. കോൺഗ്രസ്, CPM, CPI പാർട്ടികളുടെ കത്തുകൾ മാത്രമാണ് കൈമാറിയത്.
VC-ക്ക് മുസ്ലിം ലീഗ് പാർട്ടികളുടെ കത്തുകൾ കൈമാറിയില്ലെന്നും ലോക്ഭവൻ അറിയിച്ചു. അതേസമയം TVKക്ക് പിന്തുണ നൽകുന്നതിൽ VC-ക്ക് വിലപേശുകയാണെന്ന സൂചനയും പുറത്തുവരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു എന്നാണ് സൂചന. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, ഒരു ആന്റി ക്ലൈമാക്സ് അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടാകുമോ എന്ന സന്ദേഹമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വർദ്ധിച്ചു വരുന്നത്. അവിടെ മറ്റൊരു സർക്കാർ രൂപീകരണ നീക്കവും മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് വിജയ് അല്ല, അതിന് നേതൃത്വം നൽകുന്ന മറ്റൊരു നേതാവാണ് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണം വേണ്ടതുണ്ട്. എന്താണ് നിലവിൽ തമിഴ്നാട്ടിലെ സാഹചര്യം? TVKക്ക് മുന്നിൽ വഴികൾ അടയുകയാണോ? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് VC-യുടെ ഒരു തീരുമാനമായി ഇപ്പോൾ പുറത്തൊരു കാര്യം വന്നിട്ടുണ്ട്. VC-യുടെ ഒരു റിപ്ലൈ ആയി വന്നിട്ടുണ്ട്. അത് TVKക്കുള്ള പിന്തുണയുടെ കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും എന്നുള്ളതാണ് VC-ക്ക് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ അത്തരം ആ കാര്യം നാളെ, ഈ പിന്തുണയുടെ കാര്യം നാളെ എന്നുള്ള കാര്യം നേരത്തെ തന്നെ VC-ക്ക് അറിയിച്ചിരുന്നു. ഇന്ന് യോഗം ചേരും, അതിനുശേഷം നാളെ ആയിരിക്കും VC-ക്കുള്ള പിന്തുണയുടെ കാര്യം എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്തായാലും നാളെ രാവിലെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നാളെ നടക്കാൻ നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞ സംബന്ധിച്ച് TVK വൃത്തങ്ങളിൽ തന്നെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സത്യപ്രതിജ്ഞ സംബന്ധിച്ച് പാർട്ടി ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ സ്റ്റേഡിയത്തിൽ കാര്യമായ അർത്ഥത്തിലുള്ള പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു, സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കുന്ന കാര്യത്തിൽ ഈ ഒരു അനിശ്ചിതത്വം എന്തായാലും തുടരുകയാണ്. VC-യുടെ ഭാഗത്തു നിന്ന് പക്ഷേ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായോ ഒരു അനുകൂല നിലപാട് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VC-യുടെ അധ്യക്ഷൻ തോൾ തിരുമാവലവൻ ഇപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ വിജയെ കാണാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വിജയുടെ വീട്ടിൽ പോയി വിജയെ കാണാനുള്ള ഒരു സാധ്യതയും എന്തായാലും കാണുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് DMK-യുടെ അധ്യക്ഷനായിട്ടുള്ള MK സ്റ്റാലിനെയും VC-യുടെ അധ്യക്ഷൻ തിരുമാവലവൻ പോയി കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രാത്രികാല കൂടിക്കാഴ്ചയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയും രാവിലെ അനുകൂല നിലപാട് ചിലപ്പോൾ VC-ക്ക് എടുക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിലവിലുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേരത്തെ പുറത്തുവിട്ട കത്തിൽ പറഞ്ഞിരുന്നത് TVKക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് കൃത്യമായ അർത്ഥത്തിൽ പിന്തുണ നൽകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ പിന്തുണ എന്ന് പറയുന്നത് ലോക്ഭവനിൽ കൊടുക്കുന്ന രേഖകളിലല്ല. സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ, ഫ്ലോർ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾ DMK-യുടെ സഖ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുന്നു. നാളെ സത്യപ്രതിജ്ഞ നടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. യെസ്, അതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ. മനേഷ് മൂർത്തിയാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ എന്നതിൽ ഒരു നിശ്ചയവുമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രാത്രിയും ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നു ചെന്നൈയിൽ നിന്ന്. ഇനി പശ്ചിമ ബംഗാളിലേക്കാണ്. അവിടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. BJP നിയമസഭാ കക്ഷി യോഗത്തിൽ ഐകകണ്ഠ്യേനയാണ് തീരുമാനമുണ്ടായത്. നാളെ രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. നിയമസഭാ കക്ഷി യോഗത്തിലെത്തിയ MLA-മാരെല്ലാം ഒരൊറ്റ പേര് മുന്നോട്ട് വെച്ചു. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിച്ച മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ച സുവേന്ദു അധികാരി. കേന്ദ്ര നിരീക്ഷകനായി എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീരുമാനം പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു ഇത്തവണ മമതയെ തോൽപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക്. 2020-ലാണ് തൃണമൂൽ വിട്ട് BJP-യിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ അട്ടിമറിച്ചു. തീവ്ര ഹിന്ദുത്വ നിലപാട് പരസ്യമായി പറയുന്ന നേതാവാണ് സുവേന്ദു. ഇത്തവണ SIR-നൊപ്പം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJP-ക്ക് മേൽക്കൈ സമ്മാനിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങ്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ നിയമസഭയെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഗവർണർ ഇന്നലെ പിരിച്ചുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് സുവേന്ദു അധികാരിയിലൂടെ BJP തുടക്കമിടുകയാണ്. BJP-യുടെ നിയമസഭാ കക്ഷി യോഗം നടന്ന വിശ്വ ബംഗ്ലാ കൺവെൻഷൻ സെന്ററിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.
കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടു. അതേസമയം പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ ഞായറാഴ്ച ചേരുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കും. പരാജയം വിലയിരുത്തുന്നതിനായി അടുത്തയാഴ്ച CPIM സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനെതിരെ വിമർശനമുണ്ടായെന്ന വാർത്തകൾ തള്ളി CPIM രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വം തെറ്റുതിരുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുകയാണ് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. CPIM നേതൃത്വം തെറ്റുതിരുത്തണം. മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി. തളിപ്പറമ്പിൽ ശ്യാമള സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ഘട്ടത്തിൽ ഒരാഴ്ച വരെ ഒരു അപശബ്ദം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഗോവിന്ദൻ ഇറങ്ങിയിട്ട് അതിനെതിരായിട്ടുള്ള നിലപാട് പറഞ്ഞത്. എന്തായിരുന്നാലും അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കനത്ത തോൽവിയിൽ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുകയാണ് CPIM. മറ്റന്നാൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ ഈ യോഗത്തിലാണ് തീരുമാനമാവുക. 13, 14 തീയതികളിലാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാന സമിതിക്ക് ശേഷം ജില്ലാ കമ്മിറ്റികൾ 2 ദിവസം ചേർന്ന് ഫലം വിലയിരുത്തും. ഇത്ര വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല എന്നും തെറ്റ് പഠിച്ച് തിരുത്തുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. ഇടതുപക്ഷം ദുർബലപ്പെടരുത് എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കും. LDFന്റെ കനത്ത പരാജയത്തിന് പിന്നാലെ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഗോവിന്ദനെ മാറ്റി P ജയരാജനെ സെക്രട്ടറിയാക്കണമെന്ന ക്യാമ്പയിനും നടക്കുന്നുണ്ട്. സംസ്ഥാന സമിതിയിലും കടുത്ത വിമർശനമുണ്ടാകുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. ലീഡ് എഡിഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ലഹരി മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയി യുവാവിനെ രക്ഷപ്പെടുത്തി കോഴിക്കോട് താമരശ്ശേരി പോലീസ്. മാനന്തവാടി സ്വദേശി മുഹമ്മദ് സാജിദിനെയാണ് രക്ഷപ്പെടുത്തിയത്. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഈ സംഘത്തെ എവിടെ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ പറയുന്നത്? ഈ മാസം 3-ാം തീയതിയാണ് താമരശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘം MDMA വാങ്ങാനായി ബാംഗ്ലൂരിൽ എത്തിയിരുന്നത്. ഈ മുഹമ്മദ് സാജിന്റെ സഹായത്തോടെ ലഹരി വിൽപ്പനക്കാരെ ബന്ധപ്പെട്ട സംഘം 1.5 ലക്ഷം രൂപ കൈമാറിയിരുന്നു. എന്നാൽ പണം നൽകിയിട്ടും MDMA ലഭിക്കാത്തതോടെ ഈ സംഘം വീണ്ടും സാജിദിനെ സമീപിക്കുകയായിരുന്നു. ഈ പണം വാങ്ങിയവരെ കണ്ടെത്താനാകാതെ ഒന്നോടെ ഇടനിലക്കാരൻ സാജിദിനെ ബലമായി ഈ താമരശ്ശേരിക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുവന്ന് പൂട്ടിയിടുകയായിരുന്നു. ഈ പണമോ അല്ലെങ്കിൽ MDMA തിരികെ വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഈ വീട്ടിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടതിനു ശേഷം വടിയും കമ്പി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ഭക്ഷണം പോലും നിഷേധിക്കുകയും ചെയ്ത നിലയിലായിരുന്നു യുവാവ്. ഇതിനിടെ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് എത്തിയ ഡാൻസ് ഓഫ് സംഘവും പോലീസും ഈ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഈ വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ ഈ യുവാവിനെ കണ്ടെത്തിയത്. ഈ പ്രധാന പ്രതിയായ ശിഹാബ് മുമ്പും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായിരുന്നു. ഇയാളുടെ ഒരു സ്വിഫ്റ്റ് കാർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട ഒരു യുവാവിന്റെ ഒരു മൊഴി പ്രകാരം ഈ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് താമരശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശരി, അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 24 സ്റ്റഡി അബ്രോഡ് ഹംഗറി, സ്പെയിൻ, മാൾട്ട, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കുന്നു. ഈ മാസം 16-ന് പാലാരിവട്ടത്തെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് അഡ്മിഷൻ. പ്രവേശനം സൗജന്യമാണ്. ഡിഗ്രി, PG, ഡിപ്ലോമ, മാസ്റ്റർ ഓഫ് റിസർച്ച് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. ഈ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ പഠിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശവും സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. നഴ്സിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, സൈക്കോളജി, IT, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ്, റോബോട്ടിക്സ്, ലക്ഷറി മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭ്യമാക്കും. സ്പോട്ട് രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ അക്കാഡമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും കരുതേണ്ടതാണ്. ലണ്ടനിൽ സ്റ്റേജ് ഷോയുമായി മോഹൻലാൽ ലൈവ് ലണ്ടൻ ബിയോണ്ട് ദ സ്ക്രീൻ എന്ന പരിപാടി അടുത്ത മാസം 27-ന് നടക്കും. KS ചിത്ര, വിധു പ്രതാപ്, ഷൈൻ ടോം ചാക്കോ, ഷാജോൺ, ധ്യാൻ ശ്രീനിവാസ് തുടങ്ങിയവർ പങ്കെടുക്കും. I'll be joining you for a very special evening, Mohanlal Live London Beyond the Screen at the iconic OVO Arena, Wembley on June 27, 2026. This event will be a celebration of cinema, music, dance and culture
bringing unforgettable moments to the stage. I look forward to meeting you all in London and sharing this memorable experience together. ലണ്ടനിൽ ഒരു സന്ധ്യ, കലയുടെ അതിരുകളില്ലാതെ ഹൃദയങ്ങൾ ഒന്നിക്കുന്ന വേള നമുക്ക് ആഘോഷമാക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.